നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് 1989 സ്ഥാപിതമായിട്ടുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ചിട്ടാണ്. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് ഈ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള ഒരു ഓട്ടോണമസ് ഏജൻസി ആയിട്ടുള്ള IHRDയാൽ സ്ഥാപിതമായിട്ടുള്ള ഒരു കോളേജാണിത്. ഈ ഒരു കോളേജിൻ്റെ സർട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസ്, ഏതൊക്കെ കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്, കോഴ്സ് ഫീ എത്രയാണ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എത്രയാണ്, പ്ലേസ്മെൻറ്റ്, അതർ കോളേജ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. നമ്മൾ ഈ പറയാൻ പോകുന്ന വിവരങ്ങളെല്ലാം തന്നെ കോളേജ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. 2015 ഈ ഒരു കോളേജ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലേക്ക് വന്നു. കീം എൻട്രൻസ് എക്സാമിനേഷൻ വഴി നിങ്ങൾക്കിവിടെ സീറ്റ് മേടിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു കോളേജിൻ്റെ അക്രഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ AICTE അപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ NBA അക്രഡിറ്റേഷൻ ഈ ഒരു കോളേജിലെ എല്ലാ UG പ്രോഗ്രാംസിനും അവൈലബിൾ ആണെന്നാണ് വെബ്സൈറ്റ് മുഖാന്തരം അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് EC, അതുപോലെ തന്നെ CS, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ട്രിപ്പിൾ ഇ കോഴ്സുകൾക്കെല്ലാം തന്നെ ഈ ഒരു അക്രഡിറ്റേഷൻ ജൂൺ 30, 2025 വരെ കാണുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി റാങ്കിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന് റാങ്കിങ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിട്ടുള്ളൊരു കാര്യമാണ് NIRF റാങ്കിങ്. NIRF റാങ്കിങ് പ്രകാരം 251 to 300 റാങ്ക് ബാൻഡിനകത്താണ് ഈ ഒരു കോളേജ് വരുന്നത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു കോളേജിൽ കൊടുത്തിട്ടുള്ള റാങ്കിങ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളത് നമ്മുടെ KTU തന്നെ ഈ ഒരു കോളേജിന് കൊടുത്തിട്ടുള്ള റാങ്കിങ് ആണ്. അക്കാഡമിക് പെർഫോമൻസ് ഇൻഡെക്സ് പ്രകാരം 3rd പൊസിഷനിലാണ് ഈ ഒരു കോളേജ് ഉള്ളത്. ഈ ഒരു കോളേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കോഴ്സുകൾ നോക്കാം. അതായത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ 2 BTech പ്രോഗ്രാംസും അതുപോലെ തന്നെ ഒരു MTech പ്രോഗ്രാമുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. BTech പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടുത്തെ BTech കോഴ്സുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ഇൻ VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി. ഈ VLSI എന്ന് പറയുന്നത് വെരി ലാർജ് സിസ്റ്റം ഇൻ്റഗ്രേഷൻ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ്. ഇനി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 2 BTech കോഴ്സുകളാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോഴ്സാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 കോഴ്സുകളാണ്, ഒരു BTech കോഴ്സും ഒരു MTech കോഴ്സും. BTech കോഴ്സ് സ്വാഭാവികമായിട്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. MTech എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എനർജി മാനേജ്മെന്റ് ആണ്. ഇതാണ് ഇവിടുത്തെ കോഴ്സ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സീറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 180 സീറ്റുകളാണുള്ളത്. ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് വിളിച്ചിട്ടുള്ളത്, മുൻ വർഷത്തെ കാര്യമാണ് പറയുന്നത്, മുൻ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വിളിച്ചിട്ടുള്ളത് 1740 റാങ്കുകാരെ വരെയായിരുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 120 സീറ്റുകളുണ്ട്, ലാസ്റ്റ് റാങ്ക് 4045. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസിൽ 60 സീറ്റുകൾ, ലാസ്റ്റ് റാങ്ക് 4460. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ലാസ്റ്റ് റാങ്ക് 8962, 60 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ 60 സീറ്റുകളാണുള്ളത്, ലാസ്റ്റ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ 15360 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റുകളാണുള്ളത്, ലാസ്റ്റ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ 22507. ഇലക്ട്രോണിക്സ് VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ 60 സീറ്റുകളാണ്, ലാസ്റ്റ് റാങ്ക് നോക്കുവാണെങ്കിൽ 14004 വരെ വിളിച്ചിട്ടുണ്ട്. ഇനി ഇത് 2 പുതിയ കോഴ്സുകളാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് 30 സീറ്റ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ്, ഇത് രണ്ടിനും 30 സീറ്റുകൾ വീതമാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മെറിറ്റ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ 22,500 രൂപയാണ് പെർ സെമസ്റ്ററിന്. ഇനി മെറിറ്റ് ഫുൾ ഫീ നോക്കുവാണെങ്കിൽ 37,500 ആണ് പെർ സെമസ്റ്ററിന്. ഇനി NRIക്കാർക്ക്, നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, NRIക്കാർക്ക് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീസ് സ്ട്രക്ചർ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ EC, VLSI തുടങ്ങിയ കോഴ്സുകൾക്ക് നോക്കുവാണെങ്കിൽ 2 ലക്ഷം പെർ ആനം ആണ്. ഇനി NRIക്കാർ നോക്കുന്നത് ട്രിപ്പിൾ ഇ, അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 1,50,000 വർഷം വരുന്നത്. ഇതാണ് സീറ്റ് മാട്രിക്സ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 5% NRIക്കാർക്ക് റിസർവ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ ബസ്സുണ്ട്. 4 ബസ്സാണ് പ്രധാനമായിട്ടും വേരിയസ് റൂട്ട്സ് കവർ ചെയ്യുന്നത്. 4 ബസ്സുകളാണ് ഈ ഒരു കോളേജിന് ഉള്ളത്. ആ ഒരു കോളേജ് ഈ ഒരു ബസ് കവർ ചെയ്യുന്ന റൂട്ടുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ആലുവ, അതുപോലെ തന്നെ പാലാരിവട്ടം, തൃപ്പൂണിത്തുറ, കടവന്ത്ര തുടങ്ങിയ വഴികളിൽ കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബസ് ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്.
ഇനി മെൻസ് ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ സമയം 200 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി മെൻസ് ഹോസ്റ്റലിലുണ്ട്. ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ജിമ്മുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, അതുപോലെ തന്നെ ടെന്നീസ് റൂം ഉണ്ട്, അതുപോലെ തന്നെ റൂഫ് ടോപ്പ് വെജിറ്റബിൾ ഗാർഡൻ, മുകളിൽ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഗസ്റ്റ് ലോഞ്ചും ഉണ്ട്. സ്റ്റുഡൻസിനെ കാണാൻ വരുന്ന പേരൻസിനും മറ്റുള്ളവർക്കും ഒക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ അവരെ കാണാനുമുള്ള സൗകര്യം ഈ ഒരു ഹോസ്റ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ATM ഫെസിലിറ്റീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ SBI പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ATM ഈ ഒരു കോളേജിൻ്റെ ഈ ഒരു ക്യാമ്പസിലുണ്ട്. ഇനി കഫ്റ്റീരിയ, കോളേജ് ക്യാൻറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വർക്കിംഗ് ഡേയിലും ഈ ഒരു ക്യാൻറ്റീൻ ഓപ്പൺ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, നല്ല രുചികരമായിട്ടുള്ള ഫുഡ്, അഫോർഡബിൾ ആയിട്ടുള്ള, നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇവർ പൈസയ്ക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ക്യാമ്പസിനകത്ത് മൊത്തം ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. കുട്ടികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും വൈഫൈ യൂസ് ചെയ്തിട്ട് ആ ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി കൗൺസിലിംഗ് ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്, ഫ്രീ ഓഫ് ചാർജ് ആണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഡിപ്രഷനോ അല്ലെങ്കിൽ എക്സാം ടെൻഷൻ അതുപോലെ തന്നെ പലതരത്തിലുള്ള ടെൻഷൻസ് അനുഭവിക്കുന്നവരായിരിക്കും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പലരും. അവർക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു കൗൺസിലിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടുത്തെ ലൈബ്രറിയെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ലൈബ്രറി ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 27,014 വോളിയംസ് ഓഫ് ബുക്സും അതുപോലെ തന്നെ 60ഓളം ജേർണൽസും ഈ ഒരു ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. ഈ അടുത്തിടെ തന്നെ ഈ ഒരു ടെക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 50 ലക്ഷം രൂപ ഈ ഒരു ലൈബ്രറി മോഡേണൈസേഷന് വേണ്ടിയിട്ട് സാങ്ഷൻ ആയിട്ടുള്ളതായിട്ടും ഇവിടെ പറയുന്നുണ്ട് വെബ്സൈറ്റിൽ. ഇവിടുത്തെ ക്ലബ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പലതും നിങ്ങൾക്ക് പരിചയം കാണും. ഇതിൽ IEEE ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീം കൊടുത്തിട്ടുണ്ട്, NSS നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ഡെവലപ്പർ സ്റ്റുഡൻസ് ക്ലബ്ബ്, അതുപോലെ തന്നെ ബയോമെഡിക്കൽ അസോസിയേഷൻ, അങ്ങനെ ഒട്ടനവധി ക്ലബ്സ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള ക്ലബ്സിലും അതുപോലെ തന്നെ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇനി വരുന്നത് പ്ലേസ്മെൻറ്റ് സൈഡാണ്. അതായത് സ്റ്റുഡൻസ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അവരെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. അതായത് മീൻസ് ഇവർ ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് വെബ്സൈറ്റ് മുഖാന്തരം അവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു വെബ്സൈറ്റ് പ്രകാരം ഇവർ മോക്ക് ടെസ്റ്റ്, ഇൻ്റർവ്യൂസ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം തന്നെ സ്റ്റുഡൻസിന് നടത്താറുണ്ട്. റെഗുലറായിട്ട് ഓൺലൈൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ പ്ലേസ്മെൻറ്റിനായിട്ട് വന്നിട്ടുള്ള കമ്പനീസിൻ്റെ ഒരു ഓൾറൗണ്ട് ഒരു നോട്ടീസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പല മൾട്ടിനാഷണൽ കമ്പനീസും ഇന്ത്യൻ കമ്പനീസും ഈ ഒരു ബ്രോഷറിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനീസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിനർത്ഥം. ഇനി ഇവിടുത്തെ ടോപ്പ് സാലറി പാക്കേജസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. 2014-15 സമയത്ത് ഇവിടുത്തെ ടോപ്പ് പാക്കേജ് എന്ന് പറയുന്നത് 15-20 ലക്ഷത്തിനും ഇടയ്ക്കായിരുന്നു വർഷം. ഇനി 2016-17 അത് 30-35 ലക്ഷത്തിന് ഇടയ്ക്കായി. 2018-19 അത് തന്നെ. 2020-21 30 ലക്ഷമായിരുന്നു. 2022-23 കാലഘട്ടത്തിൽ അത് 30-35 ലക്ഷത്തിന് ഇടയിലായിട്ട് മാറി. സോ ഇവിടുത്തെ ഈ 2024 ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഓഫർ കൊടുത്തിട്ടുള്ള കമ്പനി DE ഷോ ആൻഡ് കോ ആണ്. DE ഷോ ആൻഡ് കോ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണെന്ന് തോന്നുന്നു. 2 സ്റ്റുഡൻസ് എങ്ങാണ്ടാണ് പ്ലേസ്ഡ് ആയത്. ഇവിടുത്തെ സാലറി കൊടുത്തിട്ടുള്ളത്, അതായത് CTC പറഞ്ഞിട്ടുള്ളത് 52 lakhs per annum ആണ് CTC കൂടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫൈനലി ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ EEE തുടങ്ങിയ ബ്രാഞ്ചുകൾക്കാണ് പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവർ ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ഫൈനൽ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിന് 106 പ്ലേസ്മെൻറ്റും, അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് 38, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 97, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 32, അങ്ങനെ മൊത്തം 273 ഓഫേഴ്സാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും പുതിയ കോളേജസിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വരും. സോ യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.